മുസ്ലിം ലീഗ് അനുഭാവികൾ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോട് ഒരനുഭാവമെങ്കിലുമുള്ള, ഒരു പ്രാവശ്യമെങ്കിലും ആ പാർട്ടിയുമായി ചേർന്ന് നിങ്ങളുടെ സമ്മതിദാനം നിർവഹിച്ചിട്ടുള്ള ഈ ന്യൂസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒന്നിവിടെ ശ്രദ്ധിക്കണം. മുസ്ലിം എന്ന് പറയുന്ന പേര് ചേർത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിംസിനോട് വളരെയധികം ബാധ്യതയുണ്ട് മുസ്ലിം ലീഗ് എന്ന ദേശീയ പാർട്ടിക്ക്. ആ ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ നിർവഹിക്കുന്നുമുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയാതെ വയ്യ. മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് അടങ്ങുന്ന UDF എന്ന് പറയുന്ന വലിയ ഐക്യമുന്നണി, ഈ UDF-ൽ മുഖ്യകക്ഷിയായ കോൺഗ്രസ് എന്താണ് മുസ്ലിം സമുദായത്തോട് വെച്ചു പുലർത്തുന്ന ഒരു സമീപനം? ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കൂ, കഴിഞ്ഞ വഖഫ് ബില്ലിന്റെ ഒരു അവതരണം, ഒരു ചർച്ച, ഒരു ഡിബേറ്റ് ലോകസഭയിൽ നടക്കുമ്പോൾ പ്രിയതമ, പ്രിയങ്കരം, പ്രിയങ്കരി എന്നൊക്കെ പറഞ്ഞു വലിയ ക്യാപ്ഷൻ ഇട്ട് കേരളം കൊട്ടിഘോഷിച്ച, കേരളം കണ്ട ലോകസഭയിലേക്കുള്ള ഏറ്റവും വലിയ വിജയക്കൊടി പാറിച്ചു പോയ പ്രിയങ്ക ഗാന്ധി ലോകസഭയിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വളരെയധികം നിശബ്ദമായി തുടർന്നു. ഗുജറാത്ത് കലാപത്തിൽ ചുട്ടുകൊന്ന എഹ്സാൻ ജഫ്രി എന്ന കോൺഗ്രസ് MP-യുടെ ഓർമ്മ ദിവസം വന്നപ്പോ രാഹുൽ ഗാന്ധി ചെയ്തത് എന്തെന്നറിയോ? രാജേന്ദ്ര പ്രസാദിന്റെ ഓർമ്മ ദിവസമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ, എക്സിൽ, ട്വിറ്ററിൽ അദ്ദേഹം ഓർമ്മ കുറിപ്പുകൾ പങ്കുവെച്ചു. നോക്കൂ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1962 മുതൽ ലോകസഭയിലേക്ക് 2 സീറ്റാണ് ലീഗിനുള്ളത്. മുസ്ലിം ലീഗിന് ഇത്രയും വലിയ ഒരു എതിർപ്പ്, ഇത്രയും രീതിയിലൊരു അവഗണന അർഹിക്കുന്ന പാർട്ടിയാണോ മുസ്ലിം ലീഗ് എന്നാണ് യുവാക്കളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ അന്ന് ആഞ്ഞടിച്ചത്. 1962 മുതൽ 2 സീറ്റ് കൊടുത്ത് ഇപ്പോഴും ലീഗിനെ ഒതുക്കുന്നു. നോക്കൂ, ലീഗ് മലബാറിൽ എത്രമാത്രം ശക്തമാണ്. ഒരു പരിധിവരെ കോൺഗ്രസിനേക്കാൾ വലിയ ശക്തമാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. മലബാറിൽ ഒരു പൊതുപ്രയോഗമുണ്ട്, മൂച്ചിമ്മേ കയറ്റുക എന്ന് പറയുന്ന പോലെ. അതായത് ഇങ്ങനെ വലിയ രീതിയിൽ ലീഗിനെ കുറിച്ച് പറഞ്ഞ്, ലീഗിനെ ഇങ്ങനെ സുഖിപ്പിച്ച്, ലീഗിനെ ഇങ്ങനെ വലിയ രീതിയിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ നിർത്തുന്ന ഒരവസ്ഥ. ലീഗിന് ഒരു നട്ടെല്ല് വേണ്ടേ ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ കേരളത്തിലും അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ലീഗിന്റെ പ്രസക്തി കൂടുകയാണ്. ഇനിയെങ്കിലും ലീഗുകാരെ ഉണർന്നു പ്രവർത്തിക്കണം.